മണിക്കൂറുകളായി ചോദ്യമുനയിൽ നിൽക്കുകയാണ് ഇ ഡിക്ക് മുന്നിൽ വീണ വിജയൻ. പിതാവിൻ്റെ പദവി കാണിച്ച് വെട്ടിപ്പിടിച്ചതും തട്ടിച്ചെടുത്തതും സമ്പാദിച്ചതുമെല്ലാം കണ്ടുകെട്ടാൻ പോവുകയാണ്. ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നവരിൽ ഒരാളുടെയും മക്കളോ വീട്ടുകാരോ ഇത്തരത്തിൽ മോഷണക്കേസിൽ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ അന്വേഷണം നേരിട്ടിട്ടില്ല. പിണറായി വിജയന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു തട്ടിപ്പ് സാമ്രാജ്യമാണ് ഇപ്പോൾ തകർന്നു വീഴാൻ പോകുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇരുന്ന് വിറക്കുകയാണ്. വീണയെ ED വിശദമായി ചോദ്യം ചെയ്ത് കുറ്റസമ്മതം നടത്തിയെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുറ്റസമ്മതമല്ലാതെ വേറെ വഴിയില്ല എന്നുറപ്പായതോടെയാണ് ആയുധം വെച്ച് കീഴടങ്ങിയത് എന്നാണ് അറിയുന്നത്. കാരണം എല്ലാ തെളിവുകളും മേശപ്പുറത്ത് വച്ചാണ് EDയുടെ ചോദ്യങ്ങൾ മുഴുവനും വന്നത്. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞു നടക്കുന്നൊരു കുടുംബം തന്നെ ഇങ്ങനെ തട്ടിപ്പ് കേസിൽ നിന്ന് വിറയ്ക്കുന്ന സാഹചര്യമാണ് ഇന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം 12-ാം തീയതി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണയ്ക്ക് നോട്ടീസ് അയച്ചിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് പിന്മാറിയത്. തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചതും. സത്യമെല്ലാം അന്വേഷണ സംഘങ്ങൾ തന്നെ അറിഞ്ഞ് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി അവർ പറയുന്നത് മൂളി സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നുറപ്പിച്ച് തന്നെയാണ് വീണയുടെ വരവ്. കള്ളപ്പണം കടത്തിയ ആൾക്ക് തന്നെ വളരെ വ്യക്തമായിരുന്നു അക്കാര്യമെല്ലാം. അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്ന സൂചനകൾ വന്നതോടെ ശക്തമായ സുരക്ഷയാണ് ED ഓഫീസിൽ ഒരുക്കിയത്. അന്വേഷണത്തിലും അതുപോലെ SFIOയുടെ കയ്യിൽ നിന്നും വീണയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും EDക്ക് ലഭിച്ചിരുന്നു. അത് സമ്മതിച്ചാൽ തന്നെ അകത്ത് കിടക്കാനുള്ള വകുപ്പുകളെല്ലാം അതിലുണ്ട്. എന്നാൽ അതിനു പുറമെ CMRL എക്സാലോജിക് കേസിൽ കരിമണൽ കമ്പനിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത, മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, അവരുടെ ഭാര്യ, CMRL എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയുടെ ഡയറക്ടറുമായ ജയ S കർത്ത എന്നിവരെ ED ഇന്നലെ ചോദ്യം ചെയ്തതാണ്. അതുപോലെ വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് സേവനമൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും 2,78,00,000 രൂപയാണ് കൈപ്പറ്റിയത്. അവരുടെ സഹോദര സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വായ്പയായി നേടിയെന്നുമാണ് ED തെളിവുകളെല്ലാം കണ്ടെത്തി അത് സുരക്ഷിതമായി വച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കേസാണ് ഇന്ന് ചോദ്യം ചെയ്തത്. ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് EDയുടെ വാദമാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് വീണ വിജയൻ ചെയ്തതൊരു രാജ്യദ്രോഹ കുറ്റമാണ് എന്നാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾ ഇത്തരം കുറ്റങ്ങൾ നടത്തുമ്പോൾ അതിനുള്ള ശിക്ഷയും വലുതായിരിക്കും. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ED പരിശോധന നടത്തി കണ്ടെത്തിയ തെളിവുകളാണിതെല്ലാം. അതിൽ പിണറായി വിജയനും മകൾ വീണയും താമസിക്കുന്ന വീട്ടിലെത്തിയപ്പോഴാണ് മാരകായുധങ്ങളും ഇഷ്ടിക കഷണങ്ങളുമായി ആക്രമണത്തിന് ഇറങ്ങിയത് CPMകാർ. ആ CPM നേതാക്കളെല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അതോടെ പിണറായിക്കും മകൾക്കും സംരക്ഷണം തീർക്കാൻ ഇനിയൊരു സഖാവും ഉണ്ടാകില്ല എന്നുറപ്പിക്കുന്നു. EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച തെളിവുകളും മൊഴികളും വളരെ വിശദമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായ വീണ കുറ്റസമ്മതം നടത്തി എന്നാണ് ലഭ്യമാകുന്ന വിവരം.